ഇവരും ഈ രീതിയിലുള്ള ഒരു പരിപാടിയായിട്ട് ഒരു ഗിമിക്കുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ബിഗ് ബോസ് പോലെയുള്ളൊരു പരിപാടി. അതായത് സർവത്ര പ്രശ്നം, ആളുകൾ അതിൽ കിടന്ന് എന്താ പറയുക, ആളുകൾ ഓരോ കഥാപാത്രങ്ങൾക്കൊപ്പം കൂടുന്നു. ഇപ്പം രോഹിത്തിൻ്റെ കൂടെ കുറച്ച് പേര് കൂടുന്നു, റോഷ്നി അല്ലേ, സഹോദരി റോഷ്നിക്കിപ്പം കുറച്ച് പേര് കൂടുന്നു. അങ്ങനെയൊക്കെ ആകും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മളത്. പിന്നെ ഇതൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നില്ല എന്നുള്ളത് അവർ ആകേണ്ട കാര്യമല്ലല്ലോ. അത് അവർക്കിടയിൽ നടക്കുന്ന ഒരു തമാശ പരിപാടി. നമ്മളതിൽ കൈവിട്ട് വേറെ പരിപാടികൾ കാട്ടിക്കൂട്ടുമ്പോഴേ നമ്മളതിൻ്റെ ഒരു വിഷയമായിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരുപാട് തവണ ഒരുപാട് നടന്മാരെ ഒരുപാട് പേര് കൊല്ലുന്നത് കണ്ടിട്ടുണ്ട്. ഒരു യൂട്യൂബ് ചാനലല്ല, ഒരു പ്ലാറ്റ്ഫോം സ്ഥിരമായിട്ട് നടന്മാരെയും നടിമാരെയും ഒക്കെ കൊന്നുകളയുക, ഇന്ന ആൾ അന്തരിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുക. അതൊരു പരിധി കഴിഞ്ഞ് ഒരു നടനൊരു പരാതിയായി ഉന്നയിച്ച അയാളുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നൊരു ഘട്ടം എത്തിയപ്പോൾ അയാൾ അതിനോട് പ്രതികരിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്തത്. അദ്ദേഹത്തിനൊപ്പം നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ആ ഘട്ടത്തിൽ എത്തിയെന്ന് തോന്നിയപ്പോഴാണ് നമ്മളത് ചർച്ച ചെയ്തത്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഈ ചെക്കനത് മനസ്സിലായിട്ടില്ല എൻ്റെ സീരിയസ്നെസ് എന്താണെന്ന്.